ഹലോ ഗൈസ്, ക്യൂൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് 3/4 ഗ്ലാസ് പരിപ്പ് കുക്കറിലിട്ട് കൊടുക്കാം. പരിപ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് വേവുന്നതിനാവശ്യമായ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചെറിയുള്ളി, 1.5 മുരിങ്ങയ്ക്ക, 7 വെണ്ടയ്ക്ക, 3 തക്കാളി, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്. ഇത്രയുമാണ് ഞാൻ സാമ്പാറിലേക്ക് ഇട്ട് എടുക്കുന്ന കഷ്ണങ്ങൾ. അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിനി കയ്യിലിട്ട് നല്ലോണം ഉടച്ചെടുക്കാം. പരിപ്പ് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വേവ് കൂടിയ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടുപ്പിൽ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെണ്ടയ്ക്കയും എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ കഷ്ണങ്ങൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ട് വേവിക്കാം. ഇനി കുറച്ച് വെള്ളത്തിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളി ചേർക്കുന്നത് കൊണ്ടാണ് കുറച്ച് പുളി എടുത്തിട്ടുള്ളത്. ഇവിടെ വെണ്ടയ്ക്കയും ഉള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിലോട്ട് ചേർക്കാം. അപ്പോൾ ഇത് പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം കഷ്ണങ്ങളൊക്കെ വേവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ പൊടികളൊന്നും ചൂടാക്കാറില്ല. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് താളിക്കാം. താളിപ്പിനായി 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറവിടുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. താളിക്കുമ്പോൾ ഉലുവയും കറിവേപ്പിലയും അവസാനം ഇടുന്നതാണ് നല്ലത്. ഉള്ളി വാടുമ്പോഴത്തേക്കും കരിഞ്ഞു പോവും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മുരിഞ്ഞ് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലോട്ട് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം.
അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കൊടുക്കണേ.